കുഞ്ഞു മതിയല്ലോ. സാധാരണഗതിയിൽ ഏത് പുതിയ കാര്യങ്ങൾക്കും ഉള്ളതിലുപരി ശിർക്കിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന രീതിയിൽ 4 പ്രധാന ആരോപണങ്ങളാണ് മങ്കൂസ് മൗലിദിനെ കുറിച്ച് മൊത്തമായി ഉന്നയിക്കപ്പെടുന്നത്. ഇനി ഓരോരുത്തരും അത് കൈ കിട്ടിയാൽ ഓരോരുത്തരും പുതിയ ഉണ്ടാവും. ഈ 4 പ്രശ്നങ്ങളിൽ ചൂണ്ടി നിന്നുകൊണ്ടാണ്, അതുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ടാണ് മങ്കൂസ് മൗലിദിനെ അല്പമായി നമ്മളിവിടെ വിഷയത്തിൽ അവതരിപ്പിക്കുന്നത്. വാറോല എന്ന പ്രയോഗം തന്നെ എന്തിനാ പറയാൻ നിങ്ങൾ ആലോചിച്ചിട്ടില്ല. ആള് എഴുതിയിട്ടില്ല ചട്ടമേന്ന് വെച്ചാൽ അതൊക്കെ വാറോല എന്ന് അതിൽ മനസ്സിലാക്കിയത്. വാറോല ഓലയെങ്കിലും ഉണ്ടല്ലോ ഇതിൽ ഓല. ഈ ഓല എന്താണെങ്കിലും ആലോചിച്ചൂടെ. ഇരിക്കട്ടെ, മങ്കൂസ് മൗലിദ് വാറോലയാണ് എന്ന് പറയാൻ എന്താണ് കാരണം? അതിന്റെ രചയിതാവാരാണ് തിരിഞ്ഞിട്ടില്ല. രചയിതാവിനെ തിരിയാൻ നമ്മളെ നാട്ടിൽ ചിലരൊക്കെ ഉപയോഗിക്കുന്നത് വാറോല എന്ന് പറയണം. വല്ല നോട്ടീസും മറ്റൊക്കെ കൊണ്ട് ഇറങ്ങിയാൽ അതിൽ ആളെ പേര് എഴുതാതെ ഒരു കൂട്ടം ആളുകൾ, ഒരു മറ്റേ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അപ്പം അതിനെപ്പറ്റി പറയുന്നൊരു പേരാണല്ലോ വാറോല. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ പറയാൻ ഭാഷയുമായി ബന്ധമുണ്ട്. മങ്കൂസ് മൗലിദിനെ പറ്റി എന്തർത്ഥത്തിലാണ് ഈ വാറോല എന്ന് പറയുന്നത്? ഒരു മലയാള ഡിക്ഷണറി എങ്കിലും നോക്കിങ്ങാണ്ട് വാറോല നോക്കി പഠിക്കല്ലേ വേണ്ടേ? അപ്പൊ ആ തരത്തിലുള്ളൊരു വാറോല എന്നുള്ള ആരോപണം വളരെ വൃത്തികെട്ട മനസ്സിൽ നിന്ന് വരും. അത്ര വൃത്തികെട്ട മനസ്സിൽ നിന്ന് വരുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. മനസ്സിന്റെ വൃത്തികേടിനനുസരിച്ചാണല്ലോ വാചകം വരിക. അവരെ നമുക്ക് മാറ്റി നിർത്താം. അതിന് രചയിതാവ് അറിയപ്പെട്ടിട്ടില്ല എന്നെ വെക്കുക. എന്നാൽ വിഷയം തെറ്റാണ്. രചയിതാവ് അറിയപ്പെട്ടില്ലെങ്കിൽ നമ്മളെ സ്കൂളിലെ ബുക്കുകൾ, മദ്രസിലെ ബുക്കുകളൊക്കെ രചയിതാവ് എഴുതിയതാണല്ലോ അധിക പാഠബുക്കുകളും. സ്കൂളിലെ പാഠബുക്കുകളൊക്കെ ആരാ രചയിതാവ് എന്ന് എഴുതാറുണ്ടോ? ഒരു സംഘം ചേർന്നതാണെങ്കിൽ തന്നെ ഇന്നവർ രചിച്ചതാണെന്ന് എഴുതണ്ടേ? മദ്രസയിലെ പാഠപുസ്തകങ്ങൾ രചയിതാവിന് എഴുതാറുണ്ടോ? അങ്ങനെ രചയിതാവിന് എഴുതാത്ത എത്ര ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ആധികാരിക ഗ്രന്ഥങ്ങളാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത്? എല്ലാം രചയിതാവിന് എഴുതണമെന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പം വന്ന രൂപങ്ങളും അല്ലേ, ശൈലികളും. ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഖ്ലാസിന്റെ ഏറ്റവും ഉദാത്ത മാതൃകകളായ നമ്മുടെ ഇമാമുകൾക്കുള്ള ഒരു പ്രത്യേകമായ രീതിയാണത്. അവരുടെ രചനകളിലും സൃഷ്ടികളിലും അവരുടെ പേരും വിലാസവും മനസ്സിലാകുന്ന എന്തെങ്കിലുമോ കൂട്ടിച്ചേർക്കാതെ എഴുതുക എന്നത്. അപൂർവം ചിലരാണ് ഇതിന് അപവാദമായി ഗ്രന്ഥകാരന്റെ പേരെഴുതിയിട്ടും മറ്റൊക്കെ ചെയ്തിട്ടുള്ളൂ. മൗലിദിലുണ്ട് ചിലരൊക്കെ പേരെഴുതിയിട്ട്. എന്നാൽ അപൂർവം ചില ഗ്രന്ഥങ്ങളിലെ അങ്ങനെ കാണും. ബാക്കിയെല്ലാം ഇപ്പൊ മുത്തഫരിദ് 10 കിതാബിലെ ഓരോന്നിന്റെ പേരും ആരാത് രചിച്ചെന്ന് വേറെ പഠിച്ചിട്ട് വേണം. അത് പണ്ഡിതന്മാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് കണ്ടിട്ടൊക്കെ വാറോലയാണ്, ആളില്ലാതെ എങ്ങനെ ഉണ്ടായതാണോ എന്ന് മനസ്സിലാക്കണ്ട. അപ്പൊ പേരെഴുതാതിരിക്കുക, തന്നെ ചേർത്ത് ഇതിനെ വിവരിക്കാതിരിക്കുക, അത് അവരുടെ ഇമാം ശാഫിഈ മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമിന്റെ തന്നെ ഒരു നല്ല ചിന്ത അതാ. പടച്ചവനെ, എന്റെ ഈ ഇൽമിനെ എന്നിലേക്ക് ചേർത്തപ്പെടാതെ നീ ഇവിടെ ലോകത്ത് പരത്തേണമേ, വ്യാപകമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഇമാമിന്റെ അനുയായികളാണ് ശാഫിഈ മദ്ഹബുകാർ. അതുകൊണ്ട് തന്നെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകളെ വാസ്തവത്തിൽ നമ്മൾ ഉദ്ധരിക്കുന്നത് നബി ഇമാമിന്റെ കിതാബ്, റാഫി ഇമാമിന്റെ കിതാബ്, ഇബ്നു ഹജറിന്റെ കിതാബ് എന്നാണ്. നോക്കി നിങ്ങൾ ഷാഫി ഇമാമിന്റെ കിതാബ് എന്ന് ഉദ്ധരിക്കാറ് വളരെ കമ്മിയാണ്. അത് നമ്മളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ടുവരണം. അൽ ഉമ്മ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് കിട്ടുള്ളൂ. ഒരു അല്ലുമ്മനെ അവർക്ക് കിട്ടുള്ളൂ. ഒരു അല്ലുമ്മ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ മറ്റുള്ളവർ കൊണ്ടുവരുമ്പോഴേ ശാഫിഈ മദ്ഹബിൽ ഇമാമുന ശാഫിഈയെ ആ വിധം ഉദ്ധരിക്കപ്പെടുന്നുള്ളൂ. നമ്മുടെ ഇമാമുകളൊന്നും സാധാരണ ഷാഫിഈ ഇമാമിന്റെ ഉദ്ധരിക്കാറില്ല. അത്തരം ഒരു ഇമാമിന്റെ പിന്നിൽ, അതായത് തന്റേതാണ് ഇത് എന്ന ലെവലിൽ അറിയപ്പെടുന്നതിൽ ഒരു താല്പര്യവുമില്ലാത്ത ഭക്തരിൽ ഭക്തരായ സാഹിദുകളിൽ സാഹിദായ ഒരു ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മാതൃക ഉൾക്കൊണ്ട, അവരിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട, പ്രചോദനം ഉൾക്കൊണ്ട ഷാഫി മദ്ഹബുകാരായ മിക്ക രചയിതാക്കളും പണ്ടത്തെ കാലത്ത് അവരുടെ പേരെഴുതാറില്ല. പൊന്നാനി പണ്ഡിതന്മാർ വിശേഷിച്ചു. അതുകൊണ്ട് പേരെഴുതാത്തത് കൊണ്ട് അത് ആളില്ലാത്തതല്ല. അത് ഉപയോഗിക്കുന്ന ആളുകളിൽ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർക്ക് സങ്കല്പമുണ്ട് അതേക്കുറിച്ച്. സാധാരണക്കാർക്ക് പിന്നെ ആളെ തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഓതാനുള്ളത് ഓതിയല്ലേ വേണ്ടുള്ളൂ. നമ്മൾ മുസഹഫ് എടുത്ത് ഓതുന്നുണ്ട്. ആരാപ്പ ഈ മുസഹഫ് ഈ കോലം ക്രമീകരിച്ചത് എന്ന് വല്ല സാധാരണക്കാരും അറിയാറുണ്ടോ? അറിയാറില്ല. അള്ളാന്റെ കലാമല്ലേ നമ്മൾ ഓതുന്നു പറഞ്ഞ് മുസഹഫ് എടുത്ത് ഓതും. പക്ഷെ പണ്ഡിതന്മാർക്കറിയാം മുസഹഫ് ഈ കാണുന്ന വിധത്തിൽ ക്രോഡീകരിച്ച് നമ്മുടെ കയ്യിലേൽപ്പിക്കുന്നതിൽ പ്രധാനമായും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും തന്റെ സഹയാത്രികനായ ഉമറുൽ ഫാറൂഖ് എന്നിവരോടുമാണ് എന്ന്. നബിന്റെ കാലത്തില്ല മുസഹഫ്. നബിന്റെ കാലത്തില്ലാത്ത നമ്മുടെ മുസഹഫിനെ ഒന്നാമതുണ്ടാക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്നും
നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുന്ന മുസ്ഹഫിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണെന്നും പണ്ഡിതന്മാർക്കറിയാം, ചരിത്രം വായിക്കുന്നവർക്കും അറിയാം. പക്ഷെ ഓതുന്ന എല്ലാ സാധാരണക്കാർക്കും അറിയില്ല. ഇതുപോലെ മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ടും പണ്ഡിതന്മാർക്കൊക്കെ അറിയാം അത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവറുകൾ ഉണ്ടാക്കിയതാണെന്ന്. രണ്ട് വീക്ഷണമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം കബീറോ സൈനുദ്ദീൻ മഖ്ദൂം സഗീറോ. സൈനുദ്ദീൻ മഖ്ദൂം ചെറിയ ആള്, അതായത് ഫത്ഹുൽ മുഈനിന്റെ കർത്താവ് ഉണ്ടാക്കി എന്ന വീക്ഷണവുമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം കബീർ വലിയ ആളുണ്ടാക്കി എന്ന വീക്ഷണവുമുണ്ട്. രണ്ട് വീക്ഷണവും ഉസ്താദന്മാർ പരമ്പരാഗതമായി പറഞ്ഞു വരുന്നതാണ്. രണ്ടും സ്വീകരിക്കാം. സഗീർ എഴുതി എന്ന് പറഞ്ഞാലും കബീർ എഴുതി എന്ന് പറഞ്ഞാലും വലിയ രണ്ട് ആലിമീങ്ങളാണ്. രണ്ടാളും മഖ്ദൂമുമാര്, രണ്ടാളും കേരളക്കാർക്ക് പ്രിയപ്പെട്ടവർ, ഷാഫി മദ്ഹബിന്റെ ആധികാരിക പണ്ഡിതന്മാർ രണ്ടുപേരും. അപ്പൊ ഈ രണ്ടാളൊരാൾ എഴുതിയതാണെന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട മങ്കൂസ് മൗലിദിനെ ചരിത്രപരമായി വിലയിരുത്തിയിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ഏകകണ്ഠരാണ്. ഇപ്പൊ രണ്ടാണെങ്കിലും മോശമല്ലല്ലോ. രണ്ടാളുടെയും ഗ്രന്ഥങ്ങൾ കേരളത്തിൽ സുപരിചിതമാണ്. ഈ മങ്കൂസ് മൗലിദ് ഇത്തരം മഹാന്മാർ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മങ്കൂസ് എന്ന ഇതിന്റെ പേര് തന്നെ ചിന്തിച്ചാൽ ഇതിന്റെ പ്രാമാണികത നമുക്ക് ബോധ്യപ്പെടും. മങ്കൂസ് ചെറിയത്, ചുരുക്കപ്പെട്ടത് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. മുഖ്തസർ എന്ന അർത്ഥത്തിലാണ്, മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്ന് അവലംബിച്ച് ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണെങ്കിൽ മങ്കൂസ് മൗലിദ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ സുബ്ഹാന മൗലിദിൽ നിന്ന് ചുരുക്കിയെടുത്ത മൗലിദാണ്. ആ സങ്കല്പത്തിനും ആ നിരൂപണത്തിനും നല്ല ന്യായം കാണാം. നമ്മൾ ഏടുകളിൽ തന്നെ വലിയ ഏടില്ലേ, കുറെ മൗലിദുള്ള ഏട്, ആ ഏടിൽ നോക്കിയാൽ വലിയ സുബ്ഹാന മൗലിദ് കാണാം. വലിയ സുബ്ഹാന മൗലിദിന്റെ അവസാനത്തിൽ തന്നെ കാണാം അത് ഗസാലി ഇമാമിന്റെ രചനയാണെന്നതിലേക്ക് സൂചന. വലിയ സുബ്ഹാന മൗലിദിന്റെ അവസാനത്തിലുണ്ട് മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഗസാലി റളിയല്ലാഹു അൻഹു ആരാ പേര്, ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചോ പറഞ്ഞ മറുപടിയാണ് മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ്. ആ പേര് പറഞ്ഞിട്ട് എന്ന് വലിയ സുബ്ഹാന മൗലിദിന്റെ അവസാനത്തെ വരി അതാണ്. അപ്പൊ ആ ഗസാലി ഇമാമിന്റെ വലിയ സുബ്ഹാന മൗലിദിൽ നിന്ന് ചുരുക്കിയതാണെന്നതിന് അടിസ്ഥാനപരമായി തന്നെ രേഖ കാണുന്നുണ്ട്. കാരണം വലിയ സുബ്ഹാന മൗലിദിലെ മിക്ക ബെയ്ത്തുകളിൽ പ്രധാനപ്പെട്ട ബെയ്ത്തുകളും പരാമർശങ്ങളും അതിൽ നിന്ന് വിശദീകരണമോ രണ്ടു വട്ടം പറഞ്ഞതൊക്കെ മാറ്റിയിട്ട് എഴുതപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ് എന്ന് മനസ്സിലാക്കാം. അതിലത്തെ വിഷയങ്ങൾ ഇതിലുണ്ട്. അതിലത്തെ ബെയ്ത്തുകൾ അപ്പാടെടുത്ത് വെച്ചുകൊണ്ട് ആ ബെയ്ത്തൊക്കെ വലിയ സുബ്ഹാന മൗലിദിലുള്ളതാണ്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. ആ ബെയ്ത്തുകളും വലിയ സുബ്ഹാന മൗലിദിലുള്ളതാണ്. അപ്പൊ വലിയ സുബ്ഹാന മൗലിദിലുള്ള ഏതാനും ബെയ്ത്തുകളടക്കം പല ഈരടികളുമടക്കം അതിലെ കഥകൾ ചുരുക്കി ഉണ്ടാക്കിയത് കൊണ്ട് മങ്കൂസ് മൗലിദ് എന്നതിന് പേര് പറയുന്നു. അല്ല, ചെറിയ മൗലിദ് എന്ന നിലക്ക് എല്ലാ മൗലിദുകളെക്കാളും ചെറുതായി, ആപേക്ഷികമായി ചെറുത് എന്ന നിലക്കാണ് മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞു വരുന്നതെന്നും പറയുന്നു. ഏതർത്ഥത്തിലാണെങ്കിലും മങ്കൂസ് മൗലിദ് എന്ന പേരിൽ ഗസാലി ഇമാമിൻ്റേത് ചുരുക്കിയതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ശരി, മങ്കൂസ് മൗലിദിലുള്ളതെല്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദിലുമുണ്ട് എന്ന് വന്നാൽ തന്നെ അതിന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചോ പ്രാമാണികതയെ സംബന്ധിച്ചോ ഗസാലിയെ പറഞ്ഞ ഒരാൾക്ക് സംശയിക്കേണ്ടതില്ല, പിന്നെ തിരിയുന്ന ഒരാൾക്ക്. അപ്പൊ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവറുകൾ ഉണ്ടാക്കിയ മഹാസുന്ദരമായ മൗലിദിൽ കർത്താവിന്റെ പേരില്ലെന്നതിന്റെ പേരിൽ വാറോല എന്ന് പറയുന്നത് വളരെ അബദ്ധമാണ്. കർത്താവിന്റെ പേര്